നമസ്കാരം. ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. വയോധിക ദമ്പതികൾക്ക് ഗാന്ധിഭവൻ അഭയമായി. കിടപ്പ് രോഗിയായ ഇന്ദിരയ്ക്കും വയോധികനായ വിക്രമനും ജീവിത സായാഹ്നത്തിൽ കൈത്താങ്ങായി പത്തനാപുരം ഗാന്ധിഭവൻ. ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ സംരക്ഷണത്തിനായി മറ്റാരുമില്ലാതെ ദുരിതത്തിലായിരുന്ന വയോധിക ദമ്പതികൾക്ക് പത്തനാപുരം ഗാന്ധിഭവൻ ഇൻ്റർനാഷണൽ ട്രസ്റ്റ് അഭയമായി. കൊല്ലം പട്ടത്താനം സ്വദേശികളായ ജി വിക്രമനും ഭാര്യ ഇന്ദിരാ ബിയും ഇനി സുരക്ഷിതമായ പരിചരണവും കരുതലും ലഭിക്കുന്ന ഗാന്ധിഭവൻ്റെ സംരക്ഷണത്തിലായിരിക്കും. കുണ്ടറ ഗ്രാമപഞ്ചായത്തിലെ മുളവന 1-ാം വാർഡിൽ ഇരുനില ജംഗ്ഷനിലെ ഗുരുമന്ദിരത്തിന് സമീപമുള്ള തോട്ടത്തിൽ വീട്ടിൽ മകൾ രഞ്ജു റാണിയുടെ വീട്ടിലാണ് മറവി രോഗം ബാധിച്ച പിതാവ് വിക്രമനെയും പക്ഷാഘാതത്തെ തുടർന്ന് കിടപ്പിലായിരുന്ന മാതാവ് ഇന്ദിരയും കഴിഞ്ഞ 3 മാസമായി താമസിച്ചിരുന്നത്. 1 വർഷത്തോളമായി സ്ട്രോക്കിനെ തുടർന്ന് പൂർണ്ണമായും കിടപ്പിലായിരുന്ന ഇന്ദിരയുടെ ആരോഗ്യനില ഏറെ ഗുരുതരമായിരുന്നു. ദൈനംദിന കാര്യങ്ങൾക്ക് പോലും മറ്റൊരാളുടെ സഹായം അനിവാര്യമായ അവസ്ഥയിലായിരുന്നു അവർ. വയോധികനായ വിക്രമനും പ്രായാധിക്യത്തിൻ്റെയും ഓർമ്മ നഷ്ടപ്പെട്ട ബുദ്ധിമുട്ടുകളിലുമായിരുന്നു ജീവിച്ചിരുന്നത്. കുടുംബത്തിൻ്റെ ദയനീയ സാഹചര്യം ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് കുണ്ടറ ഗ്രാമപഞ്ചായത്തിലെ പാലിയേറ്റീവ് നഴ്സ് ലതാ സുരേഷിനാണ്. തുടർന്ന് വിവരം 1-ാം വാർഡ് മെമ്പർ സരണി അനിലിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. വിഷയം ഏറ്റെടുത്ത സരണി അനിൽ മന്ത്രി PC വിഷ്ണുനാഥ്, മറ്റ് ജനപ്രതിനിധികളുടെയും ആശാപ്രവർത്തകരുടെയും സാമൂഹിക പ്രവർത്തകരുടെയും സഹകരണത്തോടെ ദമ്പതികൾക്ക് സുരക്ഷിതമായ സംരക്ഷണം ഉറപ്പാക്കാനുള്ള ഇടപെടലുകൾ ആരംഭിച്ചു. വിക്രമനും ഇന്ദിരയ്ക്കും 1 മകനും 1 മകളുമാണുള്ളത്. മകൻ കുടുംബവുമായി ബന്ധമില്ലാത്ത സാഹചര്യത്തിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവിന് നഷ്ടപ്പെട്ട മകൾ രഞ്ജു റാണി മാത്രമാണ് പിന്നീട് മാതാപിതാക്കളുടെ ഏക ആശ്രയമായി മാറിയത്. എന്നാൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്ന രഞ്ജു റാണിക്ക് ജോലിക്കൊപ്പം കിടപ്പ് രോഗിയായ അമ്മയെയും വയോധികനായ പിതാവിനെയും മുഴുവൻ സമയം പരിചരിക്കുക അസാധ്യമായിരുന്നു. ഒരു ദിവസം ജോലിക്ക് പോകാതിരുന്നാൽ പോലും കുടുംബത്തിൻ്റെ ജീവിതം പ്രതിസന്ധിയിലാകുന്ന അവസ്ഥ. മാതാപിതാക്കളെ സംരക്ഷിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നിട്ടും ജീവിത സാഹചര്യങ്ങൾ അതിന് വഴിയൊരുക്കാത്തതിൻ്റെ വേദനയിലായിരുന്നു രഞ്ജു റാണി. ഈ കുടുംബത്തിൻ്റെ അവസ്ഥ ജനപ്രതിനിധികളും സാമൂഹിക പ്രവർത്തകരും ചേർന്ന് പത്തനാപുരം ഗാന്ധിഭവൻ ഇൻ്റർനാഷണൽ ട്രസ്റ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്ന് ഗാന്ധിഭവൻ്റെ നിർദ്ദേശപ്രകാരം ഗാന്ധിഭവൻ സ്നേഹാലയം ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രനെ കുടുംബത്തിൻ്റെ സ്ഥിതിഗതികൾ നേരിട്ട് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി. പ്രസന്ന രാമചന്ദ്രൻ നടത്തിയ അന്വേഷണത്തിൽ ദമ്പതികളുടെ യഥാർത്ഥ ജീവിത സാഹചര്യവും അടിയന്തരമായി സംരക്ഷണം ആവശ്യമായ അവസ്ഥയും ബോധ്യപ്പെട്ടു. തുടർന്ന് വിവരം ഗാന്ധിഭവൻ അധികൃതരെ അറിയിക്കുകയും ദമ്പതികളെ ഗാന്ധിഭവനിൽ ഏറ്റെടുത്ത് സുരക്ഷിതമായ പരിചരണവും സംരക്ഷണവും നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് ജനപ്രതിനിധികളുടെയും സാമൂഹിക പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ ഗാന്ധിഭവൻ സ്നേഹാലയം ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രൻ, PRO ഷിബു റാവുത്തർ, ഗാന്ധിഭവൻ സ്റ്റാഫ് നഴ്സ് M സുരേഷ് കൃഷ്ണ, മീഡിയ പ്രതിനിധി മനോജ് ലൂക്കോസ്, ഡ്രൈവർ ആകാശ് രവീന്ദ്രൻ എന്നിവർ ചേർന്ന് വിക്രമനെയും ഇന്ദിരയെയും ഏറ്റുവാങ്ങി പത്തനാപുരം ഗാന്ധിഭവനിലേക്ക് കൊണ്ടുപോയി. ചടങ്ങിൽ സ്നേഹാലയം പ്രവർത്തക സമിതി അംഗം ജോസ് ബാബു, ചിറ്റുമല ബ്ലോക്ക് മെമ്പർ ജോൺ ഡാനിയൽ, ബ്ലോക്ക് 1-ാം വാർഡ് പ്രസിഡന്റ് KM ഫിലിപ്പ്, ബൂത്ത് പ്രസിഡന്റ് Y റോയ്, വനിതാ കോൺഗ്രസ് പ്രസിഡന്റ് ലിസി സാം, കുണ്ടറ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് CDS ഗ്രേസി ഷാജി, കർഷക കോൺഗ്രസ് പ്രസിഡന്റ് G തങ്കച്ചൻ, കുണ്ടറ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ, മാധ്യമപ്രവർത്തകൻ ജിജു, SHRF മനുഷ്യാവകാശ സംഘടനാ പ്രവർത്തക ലിസിമോൾ, ദേശീയ യൂണിയൻ പ്രവർത്തക ബീന ജോയ്, വൈസ് പ്രസിഡന്റ് റമീസ, ജോയിന്റ് സെക്രട്ടറി ബിന്ദു പാട്രിക്, ട്രഷറർ മോളിക്കുട്ടി, സംസ്ഥാന കമ്മിറ്റി അംഗം മുംതാസ് ഇബ്രാഹിം, മെമ്പർ തുളസി, അജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ജീവിതത്തിൻ്റെ നിസ്സഹായ സാഹചര്യങ്ങൾക്ക് മുന്നിൽ വേദനിച്ചിരുന്ന മകൾ രഞ്ജു റാണിക്ക് ഗാന്ധിഭവൻ്റെ ഇടപെടൽ വലിയ ആശ്വാസമായി. ഒരു പാലിയേറ്റീവ് നഴ്സിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ വേദന, ഒരു വാർഡംഗത്തിൻ്റെ ഇടപെടൽ, ജനപ്രതിനിധികളുടെയും സാമൂഹിക പ്രവർത്തകരുടെയും സഹകരണം, ഒടുവിൽ ഗാന്ധിഭവൻ്റെ കരുതൽ, ഇവയെല്ലാം ചേർന്നാണ് 2 വയോധികർക്ക് സുരക്ഷിതമായൊരു ജീവിതത്തിലേക്കുള്ള വാതിൽ തുറന്നത്. സംരക്ഷണം ആവശ്യമുള്ള മനുഷ്യരെ ഒറ്റപ്പെടുത്തുകയല്ല, ചേർത്തു പിടിക്കുകയാണ് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം. ജീവിതത്തിൻ്റെ അവസാന കാലത്ത് ആരും അനാഥരാകരുതെന്ന സന്ദേശവുമായി ഗാന്ധിഭവൻ വീണ്ടും ഒരു കുടുംബത്തിന് അഭയമായി മാറുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കുണ്ടറ.